നമസ്കാരം, ഋഷിപോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വിഷയമാണ്. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഉപായങ്ങൾ ലളിതമായിട്ട് ലാൽ കിതാബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വരെ അതിനകത്ത് ലളിതമായിട്ടുള്ള ഉപായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഖം നോക്കുന്ന കണ്ണാടി അതുമൂലം നിരവധിയായിട്ടുള്ള പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്ന് ലളിതമായിട്ട് ലാൽ കിതാബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മനഃശാസ്ത്രകാരന്മാരും അത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അവരും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉപദേശിക്കാറുണ്ട്. ഉദാഹരണത്തിന്, പൊതുവേദികളിലൊക്കെ സംസാരിക്കാൻ മടിയുള്ളവർ കണ്ണാടിയിൽ നോക്കി സംസാരിച്ച് പരിശീലനം നടത്താം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു കാര്യമാണ്. നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കണ്ണാടി ഉപയോഗിക്കാം എന്നുള്ളതാണ് ലാൽ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്ക് ഒരു കാര്യസാധ്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് കണ്ണാടി എടുത്തു വെച്ച് നോക്കി അതിനാവശ്യമായിട്ടുള്ള മന്ത്രങ്ങളും ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് ആ കാര്യസാധ്യം നേടാൻ പറ്റുമെന്നാണ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ബുദ്ധിയും ശക്തിയും സൗന്ദര്യവും ഒക്കെ വർദ്ധിപ്പിക്കാനും ഇത്തരത്തിൽ നമുക്ക് മന്ത്രത്തെയും കണ്ണാടിയെയും ഒന്നിച്ച് ഉപയോഗിക്കാം. ബുദ്ധി, ശക്തി, സൗന്ദര്യം, ആത്മവിശ്വാസം ഇവയെല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടാതെ തന്നെ നമ്മുടെ മറ്റ് വിവിധമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയും നമുക്ക് കണ്ണാടി ഉപയോഗിക്കാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക വഴി സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും ആന്തരികമായിട്ടുള്ള സൗന്ദര്യം കൂടി വർദ്ധിപ്പിക്കാനും അതുവഴി പ്രയോജനപ്പെടുമെന്നാണ് വിശ്വാസം. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ സാധിക്കാമെന്നാണ് ലാൽ കിതാബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. കണ്ണാടി നോക്കി ഒരു 5 മിനിറ്റ് നേരം മന്ത്രജപം നടത്തുക, നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് യോജിച്ച മന്ത്രത്തെ ജപിക്കുക എന്നാണ് ലാൽ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. തുടർച്ചയായി 41 ദിവസം നമ്മുടെ ആവശ്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മന്ത്രജപത്തോടും നമ്മുടെ ആവശ്യങ്ങൾ കണ്ണാടിയിൽ മുഖാമുഖം നോക്കിക്കൊണ്ട് അത് നടക്കുന്നതായിട്ട് പറയുകയും സങ്കല്പിക്കുകയും ചെയ്യുന്നത് വഴി ഉറപ്പായിട്ടും ആ കാര്യസാധ്യം ഉണ്ടാകുമെന്നാണ് പ്രശസ്തമായ ഗ്രന്ഥമായിട്ടുള്ള ലാൽ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇത്തരത്തിൽ ഒരു ഉപാസന പോലെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. തെറ്റായ കാര്യങ്ങൾക്ക്, അധാർമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വിഷയത്തെ പ്രയോജനപ്പെടുത്താൻ പാടില്ല എന്നാണ്. കുളിച്ച് വൃത്തിയായതിനു ശേഷം നമുക്ക് ഈ കർമ്മം ആരംഭിക്കാം. മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങളും മറ്റുള്ളവർക്ക് നാശം വരുത്തുന്ന കാര്യങ്ങളും ഒന്നും ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള സമയത്ത് ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാം. അതായത് എല്ലാ വിധത്തിലുമുള്ള ദുഷ്ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് വേണം ഇത്തരം നമ്മുടെ കാര്യസാധ്യത്തെ സമീപിക്കുവാൻ. അതോടൊപ്പം ഒരിക്കലും കരഞ്ഞുകൊണ്ടോ ദുഃഖിച്ചോ ഒക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. സന്തോഷമായിട്ട് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഉപാസനാ മാർഗത്തിലേക്ക് കടക്കുവാൻ. ഇതൊരു ഉപാസന തന്നെയാണ്. കിഴക്ക് ദിക്കിലേക്കോ വടക്ക് ദിക്കിലേക്കോ നോക്കിയിരുന്നുകൊണ്ട് നമുക്ക് ഈ പ്രവൃത്തി ചെയ്യാം. മറ്റു ദിക്കുകളിലേക്ക് പാടില്ല. ഏകാഗ്രത കാത്തു സൂക്ഷിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം ഇത് ചെയ്യുന്നത്. ശാന്തമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കണം, മനസ്സും ശാന്തമായിരിക്കണം. കൂടാതെ സ്ഥലം വൃത്തിയുള്ളതായിരിക്കണം. വെറും തറയിൽ ഇരിക്കാൻ പാടില്ല. പായോ ടവലോ ഒക്കെ വിരിച്ചിട്ടുകൊണ്ട് വേണം ഇരിക്കാനായിട്ട്. കറുത്ത പാടുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള പൊട്ടിയതോ കേടുപാടുകൾ വന്നതായിട്ടുള്ള കണ്ണാടി ഉപയോഗിക്കാൻ പാടില്ല. മുഖം നോക്കുന്ന ഒരു ചെറിയ കണ്ണാടി മുന്നിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവൃത്തി ചെയ്യാം. ഇത്തരത്തിൽ മുഖം നോക്കുന്ന കണ്ണാടി എടുത്തുകൊണ്ട് ദിവസവും ഒരേ സമയത്ത് ഈ പ്രാർത്ഥനയും നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതും ചെയ്യേണ്ടതാണ്. ഇതിനായി ഒരു പുതിയ കണ്ണാടി ചതുരാകൃതിയിലുള്ളത് വാങ്ങിക്കുന്നത് തന്നെയാണ് ഉത്തമം. എല്ലാ ദിവസവും കാലത്ത് കുളി കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഒരേ സമയത്ത് തന്നെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. നമ്മുടെ ഏത് തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു വിഷയം സമീപിക്കാവുന്നതാണ്. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരാൾക്ക് തൊഴിൽ വേണം എന്നുണ്ടെങ്കിൽ, നല്ല തൊഴിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണന്റെ ഏതെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലാം. രാജഗോപാല മന്ത്രമോ തത്തുല്യമായിട്ടുള്ള ഏതെങ്കിലും ദേവതയുടെ മന്ത്രമോ തൊഴിൽ ലാഭത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ പ്രയോജനപ്പെടുത്താം. നമ്മുടെ മുഖത്തേക്ക് കണ്ണാടിയിൽ കാണുന്ന അവരവരുടെ പ്രതിബിംബത്തിന്റെ പുരികത്തിന് ഭ്രൂമധ്യത്തിലേക്ക്, അതായത് 2 പുരികങ്ങളുടെയും ഇടയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഈ മന്ത്രം ജപിക്കുകയും നമ്മുടെ ആവശ്യം പറയുകയും ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ അത്തരത്തിൽ അനുയോജ്യമായിട്ടുള്ള മന്ത്രത്തെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇത് പ്രയോഗിക്കാവുന്നതാണ്. പഴയ കാലത്ത് ലാൽ കിതാബിൽ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് മറ്റുള്ളവരെ ആകർഷിക്കുവാനും ഒക്കെ ഉള്ള കഴിവും വ്യക്തിത്വവും ഒക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മന്ത്രത്തെ കൂടി നമുക്ക് ഇതിൽ ഒന്ന് പരിചയപ്പെടാം. ശ്രീം മുഖവശ്യം ശ്രീം നേത്ര സർവജനവശ്യം എന്ന മന്ത്രമാണ് അതിനായിട്ട് ജപിക്കേണ്ടത്.
41 ദിവസം ഇത്തരത്തിൽ നമ്മുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഇതിലൂടെ, ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് മുഖസൗന്ദര്യവും ഒക്കെ വർദ്ധിച്ച് മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ടാണ് ഈ മന്ത്രം പ്രയോഗിക്കേണ്ടത്. ഇതേപോലെ തന്നെ എന്തു തന്നെ ആകട്ടെ, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനായിട്ടാണ് എങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രത്തെ ജപിക്കാം. കാര്യങ്ങൾക്കൊക്കെ തടസ്സത്തിനും നമ്മുടെ ഭയാശങ്കകളൊക്കെ വിട്ടുമാറുന്നതിനും ഓം ഹനുമതേ നമഃ എന്ന മന്ത്രത്തെ ചൊല്ലാം. അതേപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് എന്തുമാകട്ടെ അനുയോജ്യമായിട്ടുള്ള ഒരു മന്ത്രം തിരഞ്ഞെടുക്കുക. ഞാൻ എൻ്റെ ചാനലിൽ നിരവധിയായിട്ടുള്ള ഓരോ ആവശ്യത്തിനും പ്രത്യേകം മന്ത്രങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ മന്ത്രങ്ങളൊക്കെ കേട്ട് പഠിച്ചുകൊണ്ട് ഇതേ കാര്യങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രയോഗിക്കുക. ധാർമ്മികമായിരിക്കണം എന്ന് മാത്രം. അതിന് തീർച്ചയായിട്ടും ഫലസിദ്ധി ഉണ്ടാകും. കണ്ണാടിയിൽ നോക്കി നമുക്ക് നമ്മുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കാം. മനഃശാസ്ത്രം അത് അംഗീകരിച്ചിട്ടുണ്ട്. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ചെറിയ വിഷയങ്ങളും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.